السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين برضا الله أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആധുനിക കാലത്ത് വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് രൂപമാണ് ഷെയർ ബിസിനസ്. ഇക്കാലത്ത് വളരെയധികം പ്രസക്തമായ ഈ വിഷയത്തിലേക്കാണ് നമ്മുടെ ചർച്ചയെ കൊണ്ടുപോകുന്നത്. നമ്മോടൊപ്പം വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഉസ്താദ് സുലൈമാൻ ഖലീലും ഉസ്താദ് നബീൽ കോട്ടക്കലുമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പണ്ടൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത് സമ്പത്തുള്ളവർ കച്ചവടം നടത്തുകയും സമ്പത്തില്ലാത്തവർ കച്ചവടത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നൊരു രീതിയാണ് കൂടുതലായും കണ്ടുവന്നിരുന്നത്. കൂട്ടം കൂടി ബിസിനസ് നടത്തുന്ന രീതിയൊക്കെ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറി ഒരു ഭാഗത്ത് സമ്പത്ത് ആവശ്യത്തിലധികമുള്ളവർ ഒരു ഭാഗത്തും, സമ്പത്തൊന്നുമില്ല പക്ഷേ കഴിവും പ്രാവീണ്യവും ഉള്ളവർ മറ്റൊരു ഭാഗത്തും, അല്ലെങ്കിൽ ഒന്നിച്ച് കൂടിച്ചേർന്ന് സാമ്പത്തിക ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത വൈദഗ്ധ്യങ്ങളെ സമ്മേളിപ്പിച്ചുകൊണ്ട് മികച്ച ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ചിന്തകളും ആലോചനകളും ഒക്കെ വന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഷെയർ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇസ്ലാം എങ്ങനെയാണ് ഷെയർ ബിസിനസിനെ നോക്കിക്കാണുന്നത്? ഇസ്ലാം എന്താണ് ഷെയർ ബിസിനസിനെ കുറിച്ച് പറയുന്നത്? ഫിഖ്ഹിലെ വീക്ഷണത്തിൽ ഷെയർ ബിസിനസിനെ രണ്ടു കോലത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ഖിറാദ് അഥവാ ലാഭക്കൂർ കച്ചവടം. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവിടുത്തെ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നത് അയ്യഖിദാല മാലിൻ യദ്ഫഉഹു ലിഗൈരിഹി ലിതിജാറത്തിൻ ഫീഹി അല അന്ന റിബ്ഹ മുശറകൻ ബൈനഹുമാ. അതായത് മുടക്ക് മുതൽ നൽകിയ ആളെ ഭാഗത്തിൽ നിന്ന് അധ്വാനം ഉണ്ടാവില്ല, അധ്വാനമുണ്ടായ ആളെ ഭാഗത്തിൽ നിന്ന് മുടക്ക് മുതൽ നൽകലും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തൊരു 10 ലക്ഷം ഉണ്ട്. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് എന്നുള്ള ഒരു മുൻധാരണയോ ഒരു പ്ലാനിംഗ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ് നടത്തേണ്ടത് അഥവാ അതിൻ്റെ ഒരു മുൻധാരണ നിങ്ങൾക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുക്കലുള്ള 10 ലക്ഷം അത് ഞാൻ നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് കരസ്ഥമാകുന്ന ലാഭത്തിന്റെ നിശ്ചിത വിഹിതം, ലാഭത്തിൽ നിന്നുള്ള നിശ്ചിത വിഹിതം പരസ്പരം മോഹരി ചെയ്യുക. ഇതാണ് ഖിറാദ് ഉദ്ദേശിക്കുന്നത്. നിശ്ചിത വിഹിതം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ നിശ്ചയിച്ചു വെക്കുന്ന ഒരു വിഹിതം. ഉദാഹരണത്തിന് 60% എനിക്കും 40% നിങ്ങൾക്കും. എങ്ങനെയാണ്? മുടക്കുമുതലിന് പ്രസക്തിയില്ല. മുടക്കുമുതലിന് പ്രസക്തിയില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട 2 പോയിന്റ്. ഒന്ന്, ലാഭത്തിന്റെ നിശ്ചിത വിഹിതമായിരിക്കണം. ലാഭത്തിന്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ മുടക്ക് മുതലിൻ്റെതല്ല. രണ്ടാമത്, ലാഭനഷ്ടത്തിൽ 2 പേരും കൂറായിരിക്കണം. അതായത് പണി നഷ്ടം ബാധിക്കുന്നത് തൊഴിലാളിക്കാണ്, പണം നഷ്ടം ബാധിക്കുന്നത് മുതലാളിക്കാണ്. ഈ കാലഘട്ടത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ടല്ലോ, അതായത് ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് തകരുകയാണ് എന്ന് കാണുന്ന സന്ദർഭത്തിൽ തന്നെ തന്റെ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റ് അല്ലെങ്കിൽ മുടക്കുമുതൽ പൂർണ്ണമായും തിരിച്ചു വലിക്കുന്ന രൂപം അത് അനുവദനീയമല്ല എന്ന് വേണം പറയാൻ. അനുവദനീയമല്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ പറഞ്ഞത് ഒരു ഭാഗത്ത് സമ്പത്ത് ആവശ്യത്തിലധികമുള്ള ആളും മറ്റൊരു ഭാഗത്ത് സമ്പത്തൊന്നുമില്ല, കച്ചവടം നടത്താനുള്ള കഴിവൊക്കെ ഉള്ള ആളാകുമ്പോൾ വിഷയമാണ്. ഇക്കാലത്ത് ഇത് കൂടാതെ കൂടുതലായിട്ട് കാണുന്ന ഒന്നാണ്, ധാരാളം ആളുകൾ കൂടി ചേർന്നിട്ട് സമ്പത്ത് എല്ലാവരും കൂടി സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുവാനും അതേപോലെ അവരുടെ എല്ലാവരും സഹകരിച്ച് എല്ലാവരുടെയും അധ്വാനത്തോടു കൂടി നടത്തുന്ന ബിസിനസ്സുകൾ. അതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാം പറയുന്നത്? അത് അനുവദനീയമല്ലേ? അനുവദനീയമാണ്. നമ്മൾ പറഞ്ഞല്ലോ, ശറഈൽ അനുവദിക്കുന്ന ഷെയർ ബിസിനസിന്റെ രൂപം 2 രൂപങ്ങളിലേ കാണാൻ കഴിയും. ഒന്ന് ഖിറാദ് പറഞ്ഞു കഴിഞ്ഞു, അടുത്തതാണ് ശിർക്കത്ത്. ശിർക്കത്ത് എന്ന് പറഞ്ഞാൽ പദപ്രയോഗം പോലെ തന്നെ കൂട്ടുകച്ചവടം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അഹ്മദ് ജലാലുദ്ദീൻ മഹ്ലി അവിടുത്തെ കൻസുർ റാഗിബൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഇബാറത്ത് പറയുന്നുണ്ട്, അയ്യശ്തരിക ഇസ്നാനി ഫീ മാലിൽ ലഹുമ ലിതിജാറത്തിൻ ഫീഹി എന്ന് പറഞ്ഞാൽ 2 2-ലധികമോ ആളുകൾ ഒരു കച്ചവടത്തിന് വേണ്ടി സമ്പത്തിറക്കിക്കൊണ്ട്
ഒരു കച്ചവടത്തിന് തയ്യാറാകുന്നു. ഈ രൂപമാണ് ശിർക്കത്ത് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരാൾ 1 ലക്ഷം രൂപയും മറ്റേയാൾ 2 ലക്ഷം രൂപയും ഇട്ടുകൊണ്ടൊരു കച്ചവടം അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നു എങ്കിൽ നിശ്ചിത കാലയളവിന് ശേഷം അവർ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ ഒരു കാലയളവ്, ലാഭവിഹിതം വീതിക്കുന്ന ഒരു കാലം. ആ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 30,000 രൂപയാണ് ലാഭം കിട്ടിയതെന്ന് വെക്കുക. എന്നാൽ അതിൽ 10,000 രൂപ 1 ലക്ഷം മുടക്കിയ ആൾക്കും 20,000 രൂപ 2 ലക്ഷം മുടക്കിയ ആൾക്കും യഥാർത്ഥത്തിൽ നിക്ഷേപത്തുക അനുപാതമായിരിക്കും. നിക്ഷേപത്തുകയുടെ അനുപാതം അവലംബമാക്കിയായിരിക്കും ലാഭവിഹിതം വീതിക്കപ്പെടുക. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷെയർ ഹോൾഡേഴ്സിന് അഥവാ പങ്കാളിക്ക് അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഷെയറിൽ നിന്ന് പങ്കാളിത്വത്തിൽ നിന്ന് ഒഴിവാവാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ ഷെയർ ബിസിനസ്സിൽ ഈ പറഞ്ഞ ശിർക്കത്തിൽ നൽകുന്നുണ്ട് എന്നതാണ്. അതിൽ നിന്ന് തോന്നുമ്പോൾ പിൻവാങ്ങാമെന്നും. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഞാൻ ചില ബിസിനസ്സുകളുടെ പോസ്റ്ററുകളൊക്കെ കാണുമ്പോൾ അതിൽ കാണാറുണ്ട്, ഇതുപോലെ കൂട്ടായി നടത്തുന്ന ബിസിനസ്സുകളിൽ ഒരു ഷെയർ ഹോൾഡർ 1 വർഷം നിർബന്ധമായും ബിസിനസ്സിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ 6 മാസം ഉണ്ടാകണം, അങ്ങനെ ചില കണ്ടീഷനുകൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നതിന് വല്ല പ്രാമാണിക പിൻബലവും ഉണ്ടോ? മിൻഹാജിൽ തന്നെ കാണാം, ലികുല്ലിമിന ശരീകൈനി ഫസ്ഖുഹു മതാ ശാ. അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവന്റെ ഓഹരിയിൽ നിന്ന് അവനക്ക് എന്താക്കാൻ പറ്റും, പിന്മാറാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണുന്ന ഖിറാദിലും അനുവദനമാണ്, രണ്ടിലും സെയിം തന്നെയാണ്. പിന്നെ ഇങ്ങനെ കാണുന്ന ഒരു രൂപം ശരിയല്ല എന്നാണ് മനസ്സിലാവുന്നത്. അതെ. പിന്നെ നേരത്തെ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചിന്തിച്ചതാണ്, പോയി തോന്നുന്ന സമയത്ത് ആർക്കും ഇതിൽ നിന്ന് പിൻവാങ്ങാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പിന്മാറുമ്പോൾ അത് അപ്പുറത്തുള്ള ബാക്കിയുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രയാസമാകില്ലേ? അത് ബിസിനസിനെ ബാധിക്കുന്നതല്ലേ? അതിനൊരു പരിഹാരം എന്നോണം ഇന്ന് നമ്മൾ സമൂഹത്തിൽ സുലഭമായി കാണുന്ന ഒരു സംവിധാനമാണ് ഒരു മാർക്കറ്റിംഗ് ആണ്, ഷെയർ മാർക്കറ്റിംഗ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട്ണർ അദ്ദേഹത്തിന്റെ വിഹിതത്തിൽ നിന്നും പിൻവാങ്ങുന്ന സന്ദർഭത്തിൽ ആ വിഹിതം മറ്റൊരാൾക്ക് വിൽക്കപ്പെടും, ഷെയർ മറ്റൊരാൾക്ക് വിൽക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ആ ബിസിനസിനെ അത് ബാധിക്കുകയില്ല, ഓണേഴ്സ് മാറും എന്നൊരു പ്രശ്നം മാത്രമല്ല കച്ചവടത്തിന് അല്ലെങ്കിൽ ആ സംരംഭത്തിന് ഒരു സ്ഥൈര്യതക്ക് വളരെയധികം ഈ ഷെയർ മാർക്കറ്റിംഗ് അനുവദനീയമാണ് എന്ന്. അതെ, പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷെയർ മാർക്കറ്റിംഗ് അനുവദനീയമാണെന്ന് പറയുമ്പോൾ ആ ബിസിനസ് ബാങ്കുമായി ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ കള്ള് പോലത്തെ ഹറാമായ വസ്തുക്കളുമായി ബന്ധപ്പെടുന്നതോ ഒക്കെ ആണെങ്കിൽ ഇസ്ലാമിക രീതിയിലായിരിക്കണം. അത് ഹറാമാകും, അത് വേറെ വിഷയം. അടിസ്ഥാനപരമായി ഷെയർ മാർക്കറ്റ് അനുവദനീയമാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആധുനിക കാലത്ത് ഇത്തരം രീതികൾ, പല രീതികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഈ 2 രൂപ മാത്രമാണ് ഇസ്ലാം അനുവദിക്കുന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിന്റെ ഷർത്തുകളൊക്കാത്ത രൂപത്തിലുള്ള ബിസിനസ്സുകൾ അത് ഇസ്ലാം അനുവദിക്കുന്നതല്ല, ഇസ്ലാം ശരിവെക്കുന്നതല്ല. പിന്നീട് ഇപ്പോൾ ട്രേഡിംഗ് പോലത്തെ ഇതിന്റെ പല രൂപങ്ങളിലായിട്ട് പൊന്തി വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ മതം പഠിക്കുന്നവർ എന്ന നിലക്ക് നമ്മളോട് ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി നൽകുമ്പോൾ നാം ശ്രദ്ധിക്കണം. എന്തിനെക്കുറിച്ചും ഹുക്മ പറയുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. അൽ ഹുക്മു അനി ശൈഇ ഫർഉൻ അൻ തസവ്വുരിഹി എന്നാണല്ലോ. ഏതൊരു വിഷയത്തിനെ കുറിച്ചും ചോദ്യം വന്നാൽ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കി ഈ അടിസ്ഥാനപരമായ നിയമങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, അതുമായൊക്കെ വെച്ച് നോക്കി കിതാബുകളിലെ ഫിഖ്ഹ് കിതാബുകളിലെ നസ്സുകൾ പരിശോധിച്ച് വേണം തീർപ്പ് കൽപ്പിക്കാൻ. ഇൻഷാ അല്ലാഹ് ആധുനിക കാലത്ത് കൂടുതലായി ആവശ്യമുള്ള വിഷയമാണ്, കൂടുതൽ ചർച്ച ചെയ്യേണ്ട, പഠിച്ച് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ ചർച്ചയുടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.